ഹായ് ഫ്രണ്ട്സ്, ഷൈജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ഒരു തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതും കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ ഒന്നും ഇല്ലയെന്ന് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്താ അച്ചാറോ പപ്പടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൊന്നി അരിയാണ് കേട്ടോ. തക്കാളി ചോറിന് ഏറ്റവും ബെസ്റ്റ് പൊന്നി അരി തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ അഥവാ പൊന്നി അരി ഇല്ലെങ്കിൽ ജീരകശാല അരിയാണെങ്കിലും യൂസ് ചെയ്യാം. ഈ അരി ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള അതും കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകവും. ഇതിൻ്റെ കൂടെ എണ്ണയും കുറച്ച് മസാലകളും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കർ ഒന്ന് ചൂടാവട്ടെ, എണ്ണ ഒഴിക്കാം. തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഏറ്റവും ബെസ്റ്റ് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പെരിഞ്ചീരകവും പട്ടഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് നല്ലപോലെ വാടട്ടെ. സവോള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ വെന്തുടയണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ മൂത്തതിന് ശേഷം അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം മസാലകളൊന്നും ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇത് മാത്രം മതി കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം. എങ്കിലേ തക്കാളി ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് മൂടി വെക്കാം. ഇതൊരു 3 വിസിൽ വന്ന് ആ സ്റ്റീം ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി. 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റീം നല്ലപോലെ സെറ്റിലാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് സ്റ്റീമൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൂപ്പർ സ്മെൽ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ. കറക്റ്റ് വെന്തിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുന്ന തക്കാളി ചോറ് ഒരിക്കലും കുക്കറിൽ തന്നെ വെക്കരുത്. വേറെ ഒരു പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഇതുണ്ടോ, ഒന്നോടൊന്ന് ഒട്ടാണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു അടിപൊളി വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.